കുവൈറ്റിനെ നടുക്കിയ തീപിടുത്തം. ആശങ്ക ഉയർത്തി കുവൈത്ത് തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. ആകെ മരിച്ച 49 പേരിൽ 24 പേർ മലയാളികളാണ്. 7 മലയാളികൾ ഗുരുതരാവസ്ഥയിലാണെന്നും നോർക്ക അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതടക്കം തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജും ജീവൻ ബാബു IAS ഉടൻ കുവൈത്തിലേക്ക് തിരിക്കും. വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത്. സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 5ഓളം ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളികൾ ബന്ധപ്പെട്ടവരുടെ വിവരങ്ങളെല്ലാം എനിക്ക് ലഭ്യമാണ്. പിന്നെ പരിക്ക് പറ്റിയ ആളുകളുണ്ട്. പരിക്ക് പറ്റിയവരിൽ തന്നെ ചിലരുടെ ദുരിതാവസ്ഥയാണെന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെ ദുഃഖകരമായ സംഭവമാണ്. യൂണിയൻ ഗവൺമെന്റുമായി ചേർന്ന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തും. അപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മിനിസ്റ്ററും ഒരു ഉദ്യോഗസ്ഥനും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുമായി ചേർന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴുള്ള കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിപ്പോൾ പരിക്ക് പറ്റിയവരിൽ സ്വാഭാവികമായിട്ടും തീപിടുത്തമാകുമ്പോൾ അതിന് എല്ലാവർക്കും അറിയാമല്ലോ, അപകട സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ യൂണിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. യൂണിയൻ ഗവൺമെന്റിനോട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. അവരുമായി ചേർന്ന് തന്നെ കേരളം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. രാവിലെ